കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ അതോടൊപ്പം വിവാദങ്ങൾ അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തുടരുകയാണ്. അവരിലേക്കൊന്ന് പോയില്ലെങ്കിൽ മോശമല്ലേ. ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഞങ്ങൾക്ക് കിട്ടി. കോൺഗ്രസിന്റെ കള്ള പ്രചാരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി റിപ്പോർട്ടറിനോട്. ഭരണഘടന മാറ്റിയെഴുതാൻ പോകുന്നുവെന്ന പ്രചാരണത്തിലൂടെയാണ് കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇപ്പോൾ എല്ലാവർക്കും വസ്തുത മനസ്സിലായി. അതുകൊണ്ട് ലോക്സഭയിലെ സാഹചര്യമായിരിക്കില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്നും അദ്ദേഹം പറയുന്നു. മഹാരാഷ്ട്രയിൽ BJPയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. പ്രതികരണത്തിലേക്ക്. In Lok Sabha election, BJP got big setback in Vidarbha area. Congress did well. So what difference do you see? At the time of the parliament election, the Congress party tried their level best to confuse the people about BJP, that BJP is going to change the constitution of Baba Saheb Ambedkar. That was totally false. And that type of misunderstanding is now not in the mind of the people. Today the people are with us for the development. They will vote for BJP and we are going to win the election and we will form a government. ഞങ്ങളുടെ പ്രതിനിധി PR സുനിലാണ് നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചത്. PR സുനിൽ തത്സമയം നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിംഗ് PR സുനിൽ. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കാലാവസ്ഥ അത് തങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നതാണോ ഗഡ്കരി നമ്മളോട് പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ? സുജിയ, ഞാനിപ്പോൾ ഉള്ളത് വിദർഭ മേഖലയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും മഹായുതി സഖ്യത്തിനും വലിയ തിരിച്ചടി ഉണ്ടായ മേഖലയാണ് വിദർഭ മേഖല. ഇവിടെയുള്ള നിരവധി സീറ്റുകളിൽ പ്രത്യേകിച്ച് 9 സീറ്റോളം മഹാവികാസ് അഘാടി സഖ്യം നേടിയത് വലിയ കർഷകരുടെയും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ പിന്തുണയിലാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യങ്ങൾ മാറി എന്നാണ് നിതിൻ ഗഡ്കരി ഇപ്പോൾ നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ മേഖല പിടിക്കുക എന്നത് BJPയെ സംബന്ധിച്ചും മഹായുതി സഖ്യത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും ഈ വിദർഭ മേഖലയിലെ നാഗ്പൂർ അടക്കമുള്ള മേഖലകൾ രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. നാഗ്പൂർ ആര് പിടിക്കുന്നോ അവർ മഹാരാഷ്ട്ര ഭരിക്കും എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഏതായാലും നിതിൻ ഗഡ്കരി വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ കർഷകരുടെ രോഷം അതുപോലെ തന്നെ ദളിത് സമുദായത്തിന്റെ രോഷമൊന്നും തന്നെ ഇത്തവണയുണ്ടാകില്ല. ലോക്സഭയിലെ സാഹചര്യങ്ങൾ മാറി അത് നിയമസഭയിൽ ആവർത്തിക്കില്ല എന്ന് നിതിൻ ഗഡ്കരി പറയുന്നു. ഏതായാലും അംബേദ്കറുടെ ഒരു കർമ്മഭൂമി എന്നറിയപ്പെടുന്ന ഈ നാഗ്പൂർ മേഖലയിൽ വിദർഭ മേഖലയിൽ ദളിത് വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വലിയ ശ്രമം തന്നെയാണ് BJP നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയം നിതിൻ ഗഡ്കരി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം എന്നത് ഭരണഘടന മാറ്റിയെഴുതാൻ പോകുന്നു, ഭരണഘടനാ തത്വങ്ങൾ BJP തകർക്കാൻ പോകുന്നു എന്നതായിരുന്നു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെയൊക്കെ തന്നെ പ്രചരണം മുന്നോട്ട് പോയത്. ഏതാണ്ട് ആ ഒരു പ്രചരണം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. ഈ മേഖലയിൽ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ BJPക്കെതിരായ ഒരു നീക്കം ഇതുണ്ടാക്കി എന്നാണ് BJP ഒക്കെ കണക്ക് കൂട്ടുന്നത്. ഏതായാലും അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നാണ് BJP ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. സാഹചര്യങ്ങൾ മാറിയെന്നും ഇപ്പോൾ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഇനി വെറും 8 ദിവസം മാത്രമാണ് മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പിന് ഉള്ളത്. 8 ദിവസത്തെ അകലത്തിൽ, അതായത് 20-ാം തീയതിയാണ് മഹാരാഷ്ട്ര വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. പാലക്കാടിനൊപ്പം മഹാരാഷ്ട്രയിൽ വിധി എഴുതാൻ പോകുന്നു. വിദർഭയിൽ നിന്നാണ് PR സുനിലും ഞങ്ങളുടെ വാർത്താ സംഘവും വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചത്.